അപ്പോൾ നമുക്ക് ആദ്യം പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നോക്കാം. ഇത് ഏർലി സ്റ്റേജസിൽ മൂത്ര തടസ്സമായിട്ടാണ് വരുന്നത്. മൂത്രത്തിൽ ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടായിട്ട്, അതുപോലെ മൂത്രം പലപ്പോഴായി പോകാണ്ട് വരിക, രാത്രിയിൽ ഒത്തിരി നേരം എണീക്കേണ്ടി വരിക മൂത്രം ഒഴിക്കാനായിട്ട്. ഇനി ലേറ്റ് സ്റ്റേജസിൽ അസ്ഥികളിൽ വേദന, വിശപ്പില്ലായ്മ, വെയിറ്റ് കുറയൽ, ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റുകൾ ചെയ്താണ് നമ്മൾ അത് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും രക്തത്തിൽ PSA എന്നുള്ള ടെസ്റ്റാണ് ചെയ്യുക. PSA കൂടുതലാണെങ്കിൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ചിലർക്ക് മറ്റ് ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും PSA കൂടുതലായതുകൊണ്ട് മാത്രം പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കപ്പെടാറുമുണ്ട്. ഇനി PSA കൂടുതലാണെങ്കിൽ അത് നമ്മൾ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ MRI സ്കാൻ ചെയ്ത് നോക്കും. അതിൽ പ്രോസ്റ്റേറ്റിൽ ഏത് ഭാഗത്താണ് അസുഖം എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. ഏത് ഭാഗത്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ബയോപ്സിയാണ്. ആ അസുഖമുള്ള ഭാഗത്തു നിന്ന് നമ്മൾ ഒരു സൂചി കുത്തി ഒരു കഷ്ണം പരിശോധനയ്ക്ക് എടുത്ത് അതിൽ നിന്ന് ക്യാൻസർ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യും. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇനി സ്റ്റേജിങ്ങിനാണ് അടുത്ത ടെസ്റ്റ്. അത് PET സ്കാനാണ്. പ്രോസ്റ്റേറ്റിന് പുറത്തേക്ക് വ്യാപിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയെല്ലാം വ്യാപിച്ചിട്ടുണ്ട് എന്നറിയാനുള്ള ടെസ്റ്റ്.